ഇതുപോലെ പൂക്കൾ നിറയാനുള്ള മാസ്റ്റർ പ്ലാനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടലാസ് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം വെള്ളം കുറയ്ക്കുക എന്നതാണ്. ചെടിക്ക് 7 ദിവസം മുതൽ 10 ദിവസം വരെ തീരെ വെള്ളം കുറയ്ക്കണം. ചെടി നന്നായി ഇലകൾ വാടിയ ശേഷം മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നന്നായി പൂവിടുകയുള്ളൂ. ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂക്കൾക്കായുള്ള വളപ്രയോഗമാണ്. വളം നൽകുമ്പോൾ നൈട്രജൻ കുറവും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ള വളം നൽകുക. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും. നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ 10-15 ദിവസം എടുക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. നമ്മുടെ ഈ കടലാസ് ചെടിയിൽ തീരെ പൂക്കൾ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പ്രൂൺ ചെയ്യുന്നു. അത് ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നതാണ്. ഇതുപോലെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യമാണ് നമ്മൾ പൂക്കളുടെ പുറത്ത് ഒരിക്കലും വെള്ളമൊഴിച്ചു കൊടുക്കരുത്. പൂക്കളിൽ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വേഗം പൊഴിഞ്ഞു പോകും. നേരത്തെ നമ്മൾ 2-3 വീഡിയോ ബോഗൺവില്ലയെ പറ്റി ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഈ കടലാസ് ചെടിയിൽ തീരെ പൂക്കൾ കുറവായിരുന്നു. ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളുണ്ട്. ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. ചെറിയ ശിഖരങ്ങൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് ഇലകളായിരിക്കില്ല വരുന്നത്, പൂക്കളാകും വരിക. ഉണങ്ങിയതും ആവശ്യമില്ലാത്തതുമായ കരിഞ്ഞ പൂക്കളും ഈ സമയത്ത് ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ കമ്പുകളും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി മാസം നിങ്ങളുടെ കടലാസ് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകും. നമ്മൾ ഈ വീഡിയോയിൽ ഒരു വളവും കൂടി കാണിക്കുന്നുണ്ട്. ഈ ചാനൽ കാണുന്നവർ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. നിങ്ങൾക്ക് കടലാസ് ചെടി ഇഷ്ടമാണോ? കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഒരു പോട്ടെടുക്കാം. അതിൽ കാടെല്ലാം നീക്കം ചെയ്ത ശേഷം അതിൻ്റെ ചുവട് നന്നായി ഇളക്കി കൊടുക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെയുള്ള വളമാണ്. ഇനി ചാരം നമ്മൾ ഇതിനോട് ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് അല്പം മാറി വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി മണ്ണും ചാരവും കൂടി നന്നായി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായി വെള്ളമൊഴിച്ച് കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബോഗൺവില്ലയെക്കുറിച്ച് ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു.